ഞങ്ങൾ കുരിശുമല കയറാൻ വേണ്ടി പോയതാണ്. മനുഷ്യക്ക് ഇതുപോലെ എവിടെയെങ്കിലും ടൂറിന് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എന്താ ചിരി കണ്ടില്ലേ മാലാഖക്കുട്ടിയെ പോലെ. ഞങ്ങൾക്ക് മുഴുവനായും കുരിശുമല കയറാൻ സാധിച്ചില്ല, കുരിശുമല കാണാൻ സാധിച്ചില്ല. എന്നാലും കുറച്ച് കയറി കഴിഞ്ഞപ്പോൾ ആ ശ്രമം ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. കാരണം ആ കുരിശുമലയുടെ കിടപ്പ്, ഈ കാണുന്ന പാറയുടെ കിടപ്പ് അത്രയ്ക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല, സേഫായിട്ട് തോന്നിയില്ല. ഇതാ കാണുന്ന 2 പേര് കേരളത്തിൽ നിന്നുള്ള ആളുകളല്ല, ഇവർ വെളിയിൽ നിന്നുള്ള ആളുകളാണ്. മലയാളമല്ല സംസാരിക്കുന്നത്, മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, തുളു ഒന്നുമല്ല സംസാരിക്കുന്നത്, വേറെ ഏതോ ഭാഷയാണ്. എനിക്കത് മനസ്സിലായില്ല. അതുപോട്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ കിടപ്പ് വശം ഇത് ചെയിനുണ്ട്, അവിടെ വരെ ചെയിനുണ്ട്. അതാ നിൽക്കുന്ന ആളുകൾ കണ്ടോ, അവിടെ വരെ ചെയിനുണ്ട്, അതിൻ്റെ അപ്പുറം ചെയിനില്ല. ചെയിൻ ഇല്ലാത്ത സ്ഥലത്തിലേക്ക് കയറുന്നത് അത്രയ്ക്ക് സേഫായിട്ട് എനിക്ക് തോന്നിയില്ല. മനുഷ്യ എന്നോട് ചോദിച്ചു പേടിയാണോ കയറാൻ എന്ന് ചോദിച്ചപ്പോൾ കയറി കാണിച്ചു കൊടുത്തതാണ്. ആയിരിക്കുന്നത് ഞാനാണ്, ഇതല്ല, ഇതിൻ്റെ അപ്പുറം ചാടിക്കിടന്നവനാണ് ഈ KK ജോസഫ് എന്നുള്ള കാര്യം മനുഷ്യക്കറിയില്ലല്ലോ. പക്ഷേ മനീഷയെ ഈ മല കയറ്റാൻ എനിക്ക് കുറച്ച് പേടി തോന്നി. കാരണം എങ്ങാനും തെന്നി വീണ് കഴിഞ്ഞാൽ പിടിക്കാനും അത്രയ്ക്ക് എളുപ്പമായിട്ടുള്ളൊരു സ്ഥലമല്ല എന്നെനിക്ക് തോന്നി. പിന്നെ മനീഷയുടെ ഡ്രസ്സും അതിന് സ്യൂട്ടബിളായിട്ടുള്ളൊരു ഡ്രസ്സും ആയിരുന്നില്ല. പിന്നെ ഒരു ദിവസം കയറാമെന്നുള്ള കണക്കൂട്ടിൽ തിരിച്ചു പോന്നു. ഈ 2 കുട്ടികളെ കണ്ടോ, 8, 9 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കണം. ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ ചെയിൻ പിടിച്ച് കയറ്. ഇല്ലാത്ത രീതിയിലാണ് അവർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. ഒന്ന് കാല് സ്ലിപ്പായാൽ എന്തും സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. പിന്നെ എന്ത് പറയാം, അവരുടെ പ്രായം അതല്ലേ. ഇവരുടെ പ്രായത്തിൽ ഒരു പക്ഷേ ഞാനും ഇങ്ങനെ ആയിരുന്നിരിക്കണം. അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നിന്നില്ല, അവരായി അവരുടെ പാടായി. എന്നാലും മനുഷ്യക്ക് കുരിശുമല കാണാൻ സാധിക്കാത്തതിനാൽ നല്ല വിഷമമുണ്ടായിരുന്നു. ഞാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ്. എന്ത് ചെയ്യാം, സ്നേഹം കൊണ്ടല്ലേ, മനുഷ്യ ക്ഷമിക്കുമായിരിക്കും. പിന്നെ ഒരു ദിവസം വരാം, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഇനി പിന്നെ ഒരു ദിവസം വരണം, അല്ലെങ്കിൽ ഇതിലും നല്ലൊരു സ്ഥലത്തേക്ക് പോകണം.